എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ശ്രീഷ്മ. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യൂ. ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ശിവഭഗവാന്റെ ഒരു കഥ കേൾക്കാം. ശിവഭഗവാൻ എപ്പോഴും തൻ്റെ ശരീരത്തിൽ മുഴുവൻ ഭസ്മം തേച്ചിരിക്കും. അതെന്തിനാണെന്നറിയാമോ? അപ്പോൾ ഇന്നത്തെ കഥ അതിനെക്കുറിച്ചുള്ളതാണ്. പണ്ട് ശിവഭഗവാൻ പാർവതീദേവിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സതീദേവിയെ കല്യാണം കഴിച്ചിരുന്നു. സതീദേവി ആരാണെന്നറിയാമോ? സതീദേവി ദക്ഷ പ്രജാപതി എന്ന രാജാവിൻ്റെ മകളായിരുന്നു. ദക്ഷ പ്രജാപതിക്ക് സതീദേവി ശിവനെ കല്യാണം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവനോട് വല്ലാത്ത ദേഷ്യം കൂടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദക്ഷ പ്രജാപതി തൻ്റെ കൊട്ടാരത്തിൽ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ദേവീദേവന്മാരെയും ആ യാഗത്തിന് വരാൻ ക്ഷണിച്ചു. എന്നാൽ ഈശ്വരനെയും സതീദേവിയെയും മാത്രം ഈ യാഗത്തിന് വരാൻ ക്ഷണിച്ചില്ല. എന്നാലും സതീദേവിക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ ഇത്രയും വലിയൊരു യാഗം നടക്കുന്നതറിഞ്ഞ് അവിടെ പോകാതിരിക്കാൻ പറ്റാതെയായി. സതീദേവി ഭഗവാൻ ശിവനോട് പോയി പറഞ്ഞു, ഞാനും യാഗത്തിന് പോയി വരാമെന്ന്. അപ്പോൾ ശിവൻ പറഞ്ഞു, അവർ നമ്മളെ ക്ഷണിച്ചില്ല, നമ്മൾ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് പോവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ സതീദേവി പറഞ്ഞു, എന്നെ ആരെങ്കിലും ക്ഷണിക്കണോ? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നും പറഞ്ഞ് ശിവൻ്റെ വാക്ക് ധിക്കരിച്ച് വാശി പിടിച്ച് യാഗത്തിന് തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ തൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ സതീദേവിയുടെ പിതാവ് ദക്ഷ പ്രജാപതി സതീദേവിയെയും ഭഗവാൻ ശിവനെയും വല്ലാതെ അപമാനിച്ചു. ഇത് കേട്ട് വളരെ വിഷമത്തിലായി സതീദേവി. തൻ്റെ ഭർത്താവ് പോവേണ്ട എന്ന് പറഞ്ഞിട്ടും താനത് കേൾക്കാതെ വാശി പിടിച്ച് വന്നത് തെറ്റായി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള യാഗം നടക്കുന്ന ഹോമകുണ്ടത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ഇതറിഞ്ഞ ശിവഭഗവാൻ അവിടെ വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വന്ന് സതീദേവിയുടെ മൃതദേഹം തൻ്റെ തോളിലെടുത്തുകൊണ്ട് ഭൂമിയിലും ആകാശത്തിലും എല്ലാം അലയാൻ തുടങ്ങി. ശിവഭഗവാന്റെ ഈ സങ്കടവും ദേഷ്യവും കണ്ട ദേവീദേവന്മാർക്ക് ഇത് സഹിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്തു ചെയ്തെന്നോ? വിഷ്ണു ഭഗവാൻ സതീദേവിയുടെ മൃതദേഹം തൊട്ടിട്ട് അതിനെ ഭസ്മമാക്കി കളഞ്ഞു. തൻ്റെ ഭാര്യയുടെ ശരീരം ഭസ്മമായത് കണ്ട ശിവഭഗവാൻ സങ്കടത്തോടെ ആ ഭസ്മമെല്ലാം തൻ്റെ ശരീരത്തിൽ മുഴുവൻ തേക്കാൻ തുടങ്ങി. എന്തിനെന്ന് വെച്ചാൽ സതീദേവി എപ്പോഴും ശിവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസത്തിന്. അതിനുശേഷമാണ് ശിവഭഗവാൻ തൻ്റെ ദേഹം മുഴുവൻ ഭസ്മം തേക്കാൻ തുടങ്ങിയതത്രേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കഥ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കഥയുമായി നമുക്ക് വേഗം തന്നെ കാണാം. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഈ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വേഗം അറിയിക്കൂ. അപ്പോൾ ഇനി അടുത്ത കഥ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.